4ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞുമക്കളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി സാർ വന്നത്. ഓക്കെ, നമ്മളെല്ലാവരും പഠിക്കുന്ന മക്കളാണ്, നമ്മളെല്ലാവരും ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ നന്നായിട്ട് മാർക്ക് കിട്ടാത്ത അവസ്ഥ വരാറുണ്ട് അല്ലേ? ഇനി അതുണ്ടാവില്ല. കാരണം നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെറും ഹാർഡ് വർക്ക് അല്ല, അതിന് കൂടെ സ്മാർട്ട് വർക്ക് കൂടെയാണ്. എന്താ സാറേ സ്മാർട്ട് വർക്ക്? നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച്, എന്താ പറയുക, പല ഐഡിയാസ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഇനി വരാൻ പോകുന്ന എക്സാമിനെ എങ്ങനെ നേരിടണം എന്ന് മനസ്സിലാക്കി ചെയ്യുന്ന വർക്കാണ് സ്മാർട്ട് വർക്ക്. ഓക്കെ, സോ നമ്മൾ ഹാർഡ് വർക്കും ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, സ്മാർട്ട് വർക്കും കൂടെ ചെയ്യാൻ പോവാണ്. അപ്പോൾ സാർ എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്? സാറ് EVSനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഇനി വരുന്ന ആനുവൽ എക്സാമിന് നമ്മൾ EVSനെ എങ്ങനെ പരിഗണിക്കണം, ഏത് രീതിയിലാവണം, എങ്ങനെ അതിൻ്റെ വെയിറ്റേജ് വരുന്നത്, EVSൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് എന്നുള്ളൊരു വീഡിയോ ആണ് സാറ് പറയാൻ വേണ്ടി പോണത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്കറിയാം നമുക്ക് 2 പാർട്ടുണ്ട് അല്ലേ? നമ്മുടെ EVS എന്ന് പറയുമ്പോൾ 12 ചാപ്റ്റേഴ്സ് ഉള്ള 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇനി സാറ് പറയുന്നത് കറക്റ്റ് കേൾക്കുക. സാറ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആനുവൽ എക്സാമിന് നോക്കി. അപ്പോഴാണ് കാര്യം മനസ്സിലായത്, സെക്കൻഡ് പാർട്ട് പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏത് പാർട്ടാണ്? ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇത് ഫസ്റ്റ് പാർട്ട്, ഇത് സെക്കൻഡ് പാർട്ട്. സോ സെക്കൻഡ് പാർട്ടിൽ നിന്നാണ് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത് എന്ന് കരുതി ഫസ്റ്റ് പാർട്ടിൽ നിന്ന് വരുന്നില്ല എന്നല്ല. നമുക്ക് ഒരു വലിയ ഭാഗം ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് വരുന്നത്. ഇനി സാർ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറയാൻ, നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം എവിടെ നിന്ന് പഠിക്കണം അറിയോ? നമ്മൾ റീഡിങ് ആൻഡ് ഡ്രോയിങ് മാപ്സ് അല്ലേ, നമുക്ക് വായിക്കാം വരയ്ക്കാം എന്നുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ അത് വൃത്തിയായിട്ട് പഠിച്ചു. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യയിലൂടെ ത്രൂ ഇന്ത്യ അല്ലേ, നമ്മൾ ഇന്ത്യയെക്കുറിച്ചും അതിലുള്ള സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗമുണ്ടല്ലോ, അത് പറയുന്നു. പിന്നെ കണ്ണെത്ത ദൂരത്ത് കയ്യെത്ത ദൂരത്ത്, ആ ചാപ്റ്റർ നല്ല രസകരമായിട്ട് പഠിക്കാവുന്ന ചാപ്റ്ററാണ്. പിന്നെയോ കെയർ ഫോർ ഫ്രണ്ട്സ്, നമുക്ക് പല ഇഞ്ചുറീസ് അല്ലേ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലേ, തീപ്പൊള്ളലേറ്റ് എന്തൊക്കെ ശ്രദ്ധിക്കണം, കൈയൊടിഞ്ഞാൽ എന്തൊക്കെ നോക്കണം, അങ്ങനെ പറയുന്ന ആ ഒരു നല്ല രസകരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ആ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയോ നമ്മുടെ പ്രദേശത്തെക്കുറിച്ച്, നമ്മുടെ നാടിനെക്കുറിച്ച് പറയുന്ന, നാട്ടിലെ സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്ന ആ ഒരു ചാപ്റ്റർ, പഞ്ചായത്തിനെ കുറിച്ച്, ഗ്രാമസഭകളെ കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം വൃത്തിയായിട്ട് എൻ്റെ മക്കൾ ഈ ആനുവൽ എക്സാമിന് വേണ്ടി പഠിക്കാം. നമ്മൾ പഠിത്തം നിർത്താനായിട്ടില്ല, നമ്മൾ ഇത് മാത്രം പഠിക്കാമെന്നല്ല പറഞ്ഞേ. എൻ്റെ മക്കൾ ആദ്യം ഇത് പഠിക്കുക. കാരണം എന്താണെന്ന് അറിയോ, നമുക്ക് ഡിസംബർ എക്സാം വരെ ഉള്ള എക്സാംസിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടേ ഇല്ല അല്ലേ? കാരണം ഇത് അവസാന ഭാഗത്തല്ലേ. സോ ഈ ഭാഗത്തു നിന്നായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരിക. ശേഷം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ആസ് സ്റ്റോൺ ആസ് വിൻഡ് പഠിക്കുക അല്ലേ. പിന്നെയോ ബാക്കിലേക്ക് അപ്പ് അബൌട്ട് ദ സ്കൈ, കണ്ണെത്താ ദൂരത്ത് ആകാശം പഠിക്കുക. അങ്ങനെ ബാക്കിലേക്ക് പഠിച്ച് ഒന്നാമത്തെ ചാപ്റ്റർ വരെ പഠിക്കുക. അപ്പോൾ സാറ് വീണ്ടും പറയുന്നു, ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കൂല എന്നല്ല, പക്ഷേ വളരെ കുറഞ്ഞ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. മിക്കവാറും ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരിക, സാർ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം നിന്നായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ കറക്റ്റായിട്ട് പഠിക്കുക. സാറേ ഇനി ഇത്ര കാലം ഞാൻ പഠിച്ചില്ലല്ലോ, ഇനി ഞാൻ എങ്ങനെ പഠിക്കും എന്ന് കരുതി പഠിക്കാതിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. കീപ് ലേണിംഗ്, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ ആണോ? ഇനി ഇതിൻ്റെ മുമ്പ് എന്ത് കഴിഞ്ഞു പോയെന്നല്ല, നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമ്മൾ എന്ത് ചെയ്യുക, റിസ്ക് എടുക്കുക. മനസ്സിലായോ? റിസ്ക് എടുക്കുക, നമ്മൾ നന്നായിട്ട് പഠിക്കുക. സോ എഡ്യൂപോഡ് നിങ്ങൾക്ക് വേണ്ടി കറക്റ്റായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും വ്യക്തമായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സോ എല്ലാവരും ലൈവ് അറ്റൻഡ് ചെയ്യുക. എല്ലാ സബ്ജക്റ്റുകളും മുഴുവൻ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, എക്സാമിന് വേണ്ടിയിട്ട് പെർഫെക്റ്റായിട്ട് പറയും. ഒരുറപ്പ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ കറക്റ്റായിട്ട് ലൈവ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും A ഗ്രേഡ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എൻ്റെ മക്കൾ കൃത്യമായിട്ട് ലൈവിന് പങ്കെടുത്താൽ നിങ്ങൾക്കും ആ സംശയം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? സോ നമുക്ക് ഒന്നിച്ച് പഠിക്കാം, നല്ല മാർക്കിന് സ്കോർ ചെയ്യാം. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ടാറ്റാ.